ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു റിയൽ സ്റ്റോറിയാണ്. 2023 ലോ ബഡ്ജറ്റ് സെറ്റപ്പ് ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വേണം പറയാനൊക്കെ ഒരു ഇതുള്ളൂ. ഓക്കെ, അപ്പോൾ 2023 ഈ സ്റ്റോറി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ 2023 ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഒരു കലോത്സവത്തിൻ്റെ ഒക്കെ ഒരു ടൈമായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയാണെങ്കിലോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് റെസിറ്റേഷൻ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്കൂളിലാണ് അന്ന് കലോത്സവം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കെന്തോ സ്കൂളില്ല, അവർ വീട്ടിൽ ആരും ഇല്ല എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഞാൻ അവളെ കൂടെ പോയി. എനിക്കാണെങ്കിൽ കലോത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ആൾക്കാരുടെ പെർഫോമൻസ് കാണാൻ, അവരുടെ ടാലൻസ് ഭയങ്കര ഇതാക്കുക, അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അവളെ കൂടെ പോയി. പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇതാക്കട്ടെ, ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഒരു സംഭവം. അങ്ങനെ പോയപ്പോൾ ആള് ഹയർ സെക്കൻഡറിയിലാണ്. ആ സമയത്ത് ഹയർ സെക്കൻഡറി ആണ്, ഞാൻ ഹൈസ്കൂൾ 8th സ്റ്റാൻഡേർഡ് എന്നൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു പ്രായം. അങ്ങനെ ഞാൻ അവളെ കൂടെ പോയി. അപ്പോൾ ഇവളുടെ ക്ലാസ്സിൽ തന്നെ ഒരു ടീച്ചറുണ്ട്. അപ്പം മിസ് ഉണ്ടാവില്ലേ, കൂടെ ഒരു മിസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഇങ്ങനെ ഈ പരിപാടിക്ക് നടക്കുമ്പോൾ കൂടെ ഒരു മാം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ആ മിസ്സുണ്ട്. അപ്പോൾ ആ മിസ് എന്നെ കണ്ടിട്ടില്ല. ആ മിസ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ മിസ് വന്നു. അപ്പോൾ ഈ മിസ്സും ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമിലർ ഫീസാണ്. സോ അവരുടെ ക്ലാസ്സിലുള്ള ബാച്ചിലത്തെ കുട്ടികൾ ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സിമിലർ ആണല്ലോ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ മിസ്സും ഇവളും തമ്മിൽ ഭയങ്കര സിമിലർ ഫീസ്, ഭയങ്കര ആ മിസ് ഭയങ്കര പ്രിട്ടിയാണ്, ആ ചീല് ഭയങ്കര പ്രിട്ടിയാണ്. എന്നിട്ട് എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സ് അപ്പോൾ ചീലു എൻ്റെ ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്തു മിസ്സിൻ്റെ അടുത്ത്. ഇതാണ് എൻ്റെ സിസ്റ്ററാണ്, അവൾ 8th പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ മിസ്സിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നറിയോ? സിസ്റ്ററാണോ? അതെയാ, സ്വന്തം സിസ്റ്ററാണോ? ഞാൻ വിചാരിച്ചു ഇവളുടെ സിസ്റ്റർ ആയിരിക്കുന്ന. സ്വന്തം സിസ്റ്ററാണല്ലേ? ഒരുമാതിരി വിയേർഡ് എക്സ്പ്രഷൻ. ആ മിസ് ഇത് മറന്നു പോയിട്ടുണ്ടാവും, ആ മിസ്സിന് ഇതൊന്നും ഒരു ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു 8th സ്റ്റാൻഡേർഡിൽ ഞാനിങ്ങനെ അയ്യോ ഞാൻ ഇവളുടെ സിസ്റ്ററാന്ന് പറയാൻ കൊള്ളൂലേ. നമുക്ക് ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഫേസ് കട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും രണ്ട് സിമിലർ, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു നിൽക്കണം. ഇപ്പോൾ കുറച്ച് സിമിലാരിറ്റി ഉണ്ടാവും കുറച്ചും കൂടെ. അപ്പോൾ അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വിയേർഡ് എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഒരുമാതിരി ആ ടീച്ചർ മറന്നുണ്ടാവും. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ആ സ്പോട്ടിൽ മറക്കും. പക്ഷെ അത് അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അങ്ങനെ ആവണമെന്നില്ല. മിസ്സിൻ്റെ എക്സ്പ്രഷൻ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ചില നേരത്ത് ഇങ്ങനെ ഓഫ് അങ്ങനെ ഭയങ്കര വിയേർഡായിട്ട്, പക്ഷെ ഇപ്പം ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു, പക്ഷെ ആ സമയത്ത് ആരോടും ഇതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒക്കെ ഒരു ബാഡ് ടൈമായിരുന്നു ഗൈസ് അത്. അങ്ങനത്തെ ഒരു സമയം, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ പറയാണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആലോചിക്കട്ടെ. എനിക്ക് ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് അറിയോ, എന്തെങ്കിലും സംസാരിച്ച് ഞാൻ അപ്പം സോണോ കേട്ടോ. പിന്നെ ഇങ്ങനെ പുഴ പോയ തോണിയിൽ അതേപോലെ കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ. പിന്നെ ആ സമയത്താണെങ്കിലും ഞാൻ ഭയങ്കര തടിച്ചിട്ട് എന്താന്ന് പറയുമ്പോൾ നല്ല തടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും തടി കുറവൊന്നുമില്ല. തടിച്ചിട്ട് ഭയങ്കര ഒരുമാതിരി അങ്ങനത്തെ ഇതിനെക്കാട്ടും തടി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. കാരണം അവളെന്ന് പറഞ്ഞാൽ ഒരു സ്ലിം ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ലൈക്ക് രണ്ടും വേറെ ടൈപ്പ് അല്ലേ, ഫീസ് കട്ടും ഇല്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ആ മിസ് പക്ഷെ അതിന് എക്സ്പ്രഷൻ ഇങ്ങനെയൊന്നും ഇടണ്ടായിരുന്നു. എന്താ ചെയ്യുക, ടീച്ചറാണെന്നുണ്ട്. ഇപ്പം ചിലവർ പറയില്ലേ ഇങ്ങനെ ഏജ് ഉള്ളവർ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, അവർ വയസ്സായവരല്ലേ, അവർക്ക് പറയാലോ, അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പം എനിക്കിപ്പോൾ 17 വയസ്സാണുള്ളത്. 17 വയസ്സിൽ എനിക്ക് 17 വയസ്സിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളി ലോകത്ത് അല്ലേ. 17 കൊല്ലമായിട്ടാണ് ഞാൻ ഈ മനുഷ്യരൊക്കെ കണ്ടു തുടങ്ങിയിട്ട് അങ്ങനെ. പക്ഷെ ഇവർക്കാണ് കുറേ കൊല്ലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് ഇവർ വയസ്സായവരല്ലേ, അവർ പറഞ്ഞോട്ടെ, അവർക്ക് ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറയും. ഐ ഡോണ്ട് നോ, അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വേറൊരു സംഭവമുണ്ട്, ചീലുവിൻ്റെ ഒരു ഫ്രണ്ട്. ആ കുട്ടിക്ക് നല്ലപോലെ അറിയാം ഞാനവിടെ സിസ്റ്ററാണ്. എന്നിട്ട് ചീലുവിൻ്റെ ഫ്രണ്ട് പറയാം ലൈക്ക് നിന്റെ അമ്മയാണോ, അല്ലു നിന്റെ അമ്മയാണോ എന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അതും എനിക്ക് ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. ഹേർട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഹേർട്ടിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഡോൺ കെയർ ആണെങ്കിലും ആ ഒരു ടൈമിൽ പറഞ്ഞാൽ ഫുൾ കരച്ചിലും ഒരു അങ്ങനത്തെ ഒരു ഇരുന്നു. പക്ഷേ അമ്മയാണോ, ഈ ഒരു 10th അല്ല +1 പഠിക്കുന്ന കുട്ടീനൊക്കെ ഇങ്ങനെ അമ്മയാണോ എന്നൊക്കെ ചോദിക്കുക. ആ ഒരു അപ്പം തന്നെ നമുക്ക് ഭ്രാന്താവില്ലേ, അങ്ങനത്തെ ഒരു ഇത്. ഇപ്പം എനിക്ക് ഒരു തേങ്ങയില്ല. കാരണം നിങ്ങളിപ്പോൾ കുറേ പേര് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ വീഡിയോ ഇത് ആർക്കും കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് അല്ലേ, അങ്ങനെ ആരും കാണാനൊന്നും വഴിയില്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളുണ്ടാവും. അത് നെവർ മൈൻഡ്. പിന്നെ ഒരുത്തൻ മീൻസ് എൻ്റെ ഫാമിലിയിലുള്ള ഒരാളാണ്. ലൈക്ക് ആൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് നിൻ്റെ സിസ്റ്ററുടെ കൂടെ നടക്കാൻ നാണമില്ലേ? ലൈക്ക് അത് ആ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഇതാക്കി. പക്ഷെ പണ്ടൊക്കെ ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം കഴിഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി.
എന്താ പറയുക, നമുക്ക് മിണ്ടാണ്ടിരിക്കുന്നതിലൊരു പരിധി ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലാണ് എനിക്ക് റിഗ്രറ്റ് അടിക്കുക. എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പം നമുക്ക് അത്ര ബാഡായിട്ട് കിട്ടിയോണ്ട് നമ്മളിങ്ങനെ ചിരിച്ച് നിൽക്കുക, അതാണ് മെച്യൂരിറ്റി എന്ന് ചിലർ പറയും. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിയിലൂടെ തന്നെ അവർക്ക് നല്ല രീതിക്ക് അത് മറുപടി കൊടുത്തില്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഭയങ്കര പ്രശ്നമായിരിക്കും. നിന്റെ വായിൽ എന്താ അവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണോ എന്ന് വരെ എൻ്റെ മൈൻഡിൽ അങ്ങോട്ട് തോട്ടങ്ങ് ഭയങ്കര പ്രശ്നം. അപ്പോൾ അതാണ് ജസ്റ്റ് എനിക്ക് പറയാൻ തോന്നിയത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിച്ചോ തോന്നി എനിക്ക്. പിന്നെ വീട്ടിൽ ആരും ഇല്ല, അപ്പോൾ പിന്നെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഇടുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ളൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ ഗൈസ്, പീപ്പിൾ വിൽ ജഡ്ജ് അസ്. നമ്മളെ നല്ല രീതിക്ക് ഇങ്ങനെ പറയാനും ഇതിനൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ തളരരുത്. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്, യൂട്യൂബ് ഇടുന്നുണ്ട്, ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ നമുക്ക് മെസ്സേജ് ഇട്ട് വാവ് നല്ല രസമുണ്ട് വീഡിയോസ് അങ്ങനെ പറയുന്നവരൊന്നും, അങ്ങനെ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, കുറേ പേര് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം, നല്ല രീതിക്ക് അറിയാം. എന്താ പറയുക, കുറേ പേര് എന്താ അവൾ കാട്ടിക്കൂട്ടണം, എന്താണ് ഇവർക്ക് വെയ്യെന്നൊക്കെ പറയും. പക്ഷെ പറയുന്നവർ പറയട്ടെ, അത് എനിക്കിപ്പോൾ അതേ പറയാൻ പറ്റുള്ളൂ. പറയുന്നവർ എന്തെങ്കിലും പറയട്ടെ, ഞാൻ എന്തെങ്കിലും പരിപാടി നിർത്താൻ പോകുന്നില്ല. എനിക്കിങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്, ഞാനിങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെന്താ, ഇതൊക്കെ തന്നെ. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വല്ലവരും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വല്ലവരും ഉദ്ദേശിച്ചത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ആവില്ലേ വീഡിയോസ് എത്തുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിട്ടത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. ഞാൻ ലോങ് വീഡിയോ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിന് ശേഷം ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ സ്കൂൾ അതിൻ്റെ തിരക്കൊണ്ടാണ് മെയിനായിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു ഇനിയിപ്പോൾ എൻട്രൻസ് തുടങ്ങാനൊക്കെ കൂടെ എല്ലാം കൂടെ നമുക്ക് പിടിക്കണ്ടേ. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ദിസ് ഈസ് പാർട്ട് വൺ. ഞാൻ ഇങ്ങനെ ഈ വീഡിയോസ് ഇടാൻ തുടങ്ങും, കാരണം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഒരു മൈക്കൊക്കെ മേടിക്കണം. ഇത് പിന്നെ ചില്ലുൻ്റെ ഒരു കോമ്പ് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ വെച്ചു ഇതിൽ സംസാരിക്കാണ്. ഇതൊരു സുഖമുണ്ട് ഇങ്ങനെ പിടിച്ച് സംസാരിക്കുമ്പോൾ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് നിങ്ങൾക്ക് ബോറടിക്കുന്ന അറിയില്ല, വോട്ടെവർ. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ആൻഡ് പിന്നെന്താ പറയുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.